ഹലോ. അപ്പോൾ ഇത് നമ്മുടെ മലേഷ്യയിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുളിച്ച് റെഡിയായി ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ടിലെത്തും. അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അക്വേറിയത്തിലാണ് പോകുന്നത്. ഒരു അടിപൊളിയായിട്ടുള്ളൊരു അക്വേറിയമാണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ട്വിൻ ടവറിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് മഴ ആയതുകൊണ്ട് തന്നെ അവിടുന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ട്വിൻ ടവറിൻ്റെ ഉള്ളിലേക്കൂടെ കയറിയിട്ട് ആണ് നമ്മൾ അക്വേറിയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ കുറച്ച് ടൈം നമുക്ക് ആ ട്വിൻ ടവറിൻ്റെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള കുറച്ച് ടൈം അവർ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ആണ് അപ്പുറത്തേക്ക് കടന്നിട്ടാണ് നമ്മൾ അക്വേറിയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അക്വേറിയത്തിലേക്ക് പോകാനായിട്ട് കുറച്ച് ടൈം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു അക്വേറിയം എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ ഉള്ളിലേക്കൂടെ കടന്നിട്ടാണ് നമ്മൾ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. നല്ല അടിപൊളി അക്വേറിയം ആയിരുന്നു. ഒരു ബ്ലൂ ലൈറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്.
അപ്പോൾ എല്ലാ തരത്തിലുള്ള ഫിഷസും ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഓഷ്യനിലുള്ള ഫിഷസ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് എല്ലാത്തിനെയും. അപ്പോൾ ഈ ഫിഷസൊക്കെ കുറച്ച് കാർട്ടൂണിൽ കാണുന്ന പോലത്തെ ഫിഷസാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മുടെ ഈ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലത്തെ കുറേ ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഫിഷ് മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെ ഗാർഡൻ ലിസാർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പിരാനയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫിഷ് ടാങ്ക് ആയിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് നമ്മുടെ മരത്തിൻ്റെ ചുറ്റുമാണ് ആ ഒരു ഫിഷ് ടാങ്ക് കെട്ടിയിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ നടന്ന് ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് കയറി. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കും. നമ്മുടെ മുകളിൽ കൂടെ ഷാർക്കുകളായിരിക്കും പോകുന്നുണ്ടാവുക. ഷാർക്കും അതുപോലെ തന്നെ തെരണ്ടിയില്ലേ, അതൊക്കെയാണ് നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോകുന്നുണ്ടാകും. പക്ഷെ ഒരു കവറിങ് ഉണ്ട്, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നമ്മൾ ശരിക്കും അതിൻ്റെ ഉള്ളിൽ ആ ഒരു വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിന്ന ഒരു ഫീലായിരുന്നു. കണ്ടില്ലേ തെരണ്ടി, നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആയിരുന്നത്.
അതേപോലെ ഷാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഷാർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് അതാണ് ഷാർക്ക്. നല്ല രസമായിരുന്നു. നമുക്ക് കുറച്ച് ഫസ്റ്റ് നമ്മൾ പേടിച്ചു, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. നിങ്ങൾ മലേഷ്യയിൽ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണിത്. കാരണം അടിപൊളിയായിരുന്നു ഈ ഒരു അക്വേറിയം എന്ന് പറയുന്നത്. ഷാർക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ഷാർക്കല്ല, കുറേ ഷാർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. കറക്റ്റ് നമുക്ക് അതിൻ്റെ ആ വായു ഭാഗം താഴത്തുനിന്ന് നോക്കുന്ന കാരണം നമുക്ക് കറക്റ്റായിട്ട് അത് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ കുറച്ച് നടന്ന് പുറത്തേക്ക് നടന്നു. അപ്പോൾ പുറത്തും ഇതേപോലത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ജെല്ലി ഫിഷാണ് കേട്ടോ. മൂൺ ജെല്ലി എന്നാണ് ഇതിനെ പറയുന്നത്. ഇതും ജെല്ലി ഫിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് പുറത്തേക്ക് നടന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ചെന്ന് ഇരുന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്തു. കാരണം നമ്മൾ ഇന്ന് ഈ ഒരു പ്ലേസ് മാത്രമേ നമുക്ക് കാണാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഷോപ്പിംഗ് കൂടിയായിരുന്നു. അപ്പോൾ അതിന് അത്ര വലിയ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയത്. അപ്പോൾ നമുക്ക് സ്റ്റാർബക്സിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. സ്റ്റാർബക്സിൽ അവർ പേരൊക്കെ എഴുതി തന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് കളയാൻ തോന്നില്ല, പക്ഷേ അത് കളഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോവാണ്. നമ്മൾ ലഞ്ച് കഴിച്ചു, എന്നിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിനാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഷോപ്പിങ്ങിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എയർപോർട്ടിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. 2:30-3 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇതാണ് ഷോപ്പിങ്ങിൻ്റെ സ്ഥലം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ കുറേ പെർഫ്യൂംസും അതുപോലെ തന്നെ ടോയ്സ് ഉണ്ടായിരുന്നു. ടോയ്സ് എന്ന് വെച്ചാൽ ഈ സോഫ്റ്റ് ടോയ്സ് ഇല്ല, അതായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ അതുപോലെ തന്നെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഇയറിങ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാച്ച് വാങ്ങി. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഐറ്റംസ് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോഫ്റ്റ് ടോയ് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ ഇതിന്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ചെക്കിങ്ങും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രം എയർപോർട്ടിലേക്കാണ് പോണത്.
ഫ്ലൈറ്റ് ഒരു 7 മണി 9 മണി അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഒരു 7 മണി അല്ലെങ്കിൽ 9 മണി ആ ഒരു ടൈമിലായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡൊക്കെ കിട്ടിയതൊക്കെ നമ്മൾ കഴിച്ചു. അങ്ങനെ നമ്മൾ കേരളത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മലേഷ്യൻ വ്ലോഗ് എന്ന് പറയുന്നത്. തിരിച്ച് നമ്മൾ തൃശ്ശൂർക്ക് ട്രെയിനാണ് പോകുന്നത്, വന്നതുപോലെ തന്നെ. താങ്ക് യു.